കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇന്നുണ്ടായ സംഭവത്തിന്റെ നടുക്കത്തിലാണ് നാട്. പൊതുജനം ആദ്യം കടക്കുന്നത് ആ വിഷയത്തിലേക്കാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ ആക്രമണമുണ്ടായി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവാണ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണം. തലയ്ക്ക് വെട്ടേറ്റ ഡോക്ടർ വിപിൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമിച്ച സനൂപ് പോലീസിന്റെ കസ്റ്റഡിയിലുമാണ്. രാവിലെ 11:30 മുതൽ ആശുപത്രി കോമ്പൗണ്ടിൽ സനൂപിനെ കണ്ടവരുണ്ട്. 1:30 കൃത്യമായ ആസൂത്രണത്തോടെ ആയുധങ്ങളുമായി സൂപ്രണ്ടിന്റെ റൂമിലെത്തുന്നു. സൂപ്രണ്ടിന്റെ മുറിയിലുണ്ടായിരുന്ന ഡോക്ടർ വിപിനെ ആക്രമിക്കുകയായിരുന്നു. മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയ പ്രതി സനൂപ് ഡോക്ടർ വിപിനെ കൊടുവാള് കൊണ്ട് വെട്ടിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മകൾക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. തലയ്ക്ക് പരിക്കേറ്റ ഡോക്ടറെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണ്. ഡോക്ടർ വിപിൻ ഇപ്പോൾ ന്യൂറോ സർജറി ഐസിയുലാണ് ഉള്ളത്. CT സ്കാൻ കഴിഞ്ഞു. CT സ്കാനിൽ തലയോട്ടിയുടെ പുറകിലെ ഭാഗത്ത് ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും. കോർട്ടിക്കൽ ബ്രീച്ച് ചെറിയൊരു പൊട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ആഴത്തിലുള്ള മുറിവാണുള്ളത്. തലച്ചോറിന്റെ അകത്തേക്ക് ആൾക്ക് പരിക്കില്ല. ആള് കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും. ഹെഡ് ഇഞ്ചറി ഒബ്സർവേഷനിലാണ്. ന്യൂറോ സർജറി ഐസിയുലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നുച്ചയോടെ തന്റെ 2 മക്കളെയും കൂട്ടിയാണ് പ്രതി ആശുപത്രിയിലെത്തിയത്. തുടർന്ന് കുട്ടികളെ പുറത്തു നിർത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ കയറി. എന്നാൽ സൂപ്രണ്ട് മുറിയിലുണ്ടായിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വിപിനെ ഇയാൾ കയ്യിൽ കരുതിയ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചത്. യാതൊരു ഇതുമില്ലാതെയാണ് അയാൾ ആ ഡോക്ടറെ വെട്ടിയത്. ഡോക്ടർ കൂടെ ഉണ്ടായിരുന്ന 2 സ്റ്റാഫ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഡോക്ടർ ഇതിലും വലിയൊരു പിന്നെയും വെട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ 2 ലാബിലെ അനിലും ഒക്കെ കൂടെ പിടിച്ചിട്ടാണ് അവരെ പിടിച്ചു കെട്ടിയിട്ടാണ് അവരെ ഡോക്ടർ രക്ഷിക്കാനായത്. ഡോക്ടർക്ക് ഏകദേശം നല്ലൊരു വൂണ്ടുണ്ട്. ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരും ജീവനക്കാരും ചേർന്ന് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ KGMOയെ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ എല്ലാ സേവനങ്ങളും നിർത്തിവെച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് ശക്തമായ ഒരു പ്രതിഷേധമുണ്ട്. നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാനുള്ള നടപടികൾ കർക്കശമായി വേണമെന്ന് ഈ അവസരത്തിൽ നമ്മൾ പറയാം. ഇതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലെ എമർജൻസി സർവീസ് ഒഴികെ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് DMO നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധവും അതുപോലെ കാഷ്വാലിറ്റി സേവനങ്ങൾ അടക്കമുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കും. ഓഗസ്റ്റ് 14-നായിരുന്നു സനൂപിന്റെ മകൾ അനയ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും അനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ പനി മൂർച്ഛിച്ച് അപസ്മാരമുണ്ടായ ശേഷമാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനമുണ്ടായതെന്നാണ് പരാതി. കുട്ടിയുടെ മരണശേഷം സനൂപ് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് പൊതുപ്രവർത്തകനായ ഷംസീർ 24-നോട് പറഞ്ഞു. കഴിഞ്ഞ ഈ ഒരു കുട്ടി മരണപ്പെട്ട അന്ന് മുതലേ ഇവളെ രക്ഷിതാവ് നിരന്തരം നമ്മളെ ബന്ധപ്പെട്ടിരിക്കും. നമ്മളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ എന്നെ രാത്രി വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ ആകെ ഡിപ്രഷനിലാണ്, മോൾ ഇന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടല്ല അച്ഛാ ഞാൻ മരിച്ചതെന്ന് പറയുന്നുണ്ട്, എനിക്കെല്ലാം കൂടി ഭ്രാന്താവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ നന്നായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ആ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൂടുതലും മിണ്ടാന്ന് ഒരു 3 മിനിറ്റോ മറ്റോ ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ നാളെ രാവിലെ എന്താ വേണ്ടി വെച്ചാൽ ചെയ്യാം, ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാം, ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെടാമൊക്കെ പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. കാരണം വെച്ചാൽ അയാൾ മാനസികമായിട്ട് ഒന്നാകെ തളർന്നു. അയാൾ പറയുന്നത് ഒരു കാരണവശാൽ എൻ്റെ മോൾ എങ്ങനെ മരിച്ചതല്ല. വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ സംഭവം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും സുരക്ഷ ശക്തമാക്കണമെന്നുമാണ് ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. മിഥില ബാലനും YS അഭിനന്ദനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഒരു അപകട വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് കാരശ്ശേരിയിൽ വാഹനാപകടത്തിൽ കുട്ടി മരിച്ചു. ബസ് ഇടിച്ചാണ് അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് ഈ അപകടമുണ്ടായത്. മുക്കം ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ ബസ്സും അതുപോലെ തന്നെ ബൈക്കും.
ആ ബൈക്കിൻ്റെ പിറകിലാണ് ഒരു കുട്ടി ഉണ്ടായിരുന്നത്. ആ ബൈക്കിനെ മറികടക്കാനുള്ള ശ്രമത്തിലായിരുന്നു സ്വകാര്യ ബസ്. ആ വേളയിലാണ് ഈ ബൈക്കിനെ ചെറുതായി ഒന്ന് ഉരസി അതിന് പിറകെ ഈ കുട്ടി അവിടെ നിന്ന് താഴേക്ക് വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ഈ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. 3 വയസ്സുകാരനായിട്ടുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. മലപ്പുറം കീഴുപറമ്പ് സ്വദേശിയായിട്ടുള്ള കാരങ്ങാടൻ ജസിൻ്റെ മകൻ 3 വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് ഹിബാനാണ് മരിച്ചത്. കുട്ടിയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയും തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഈ ബസ് ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ആ വേളയിലാണ് ഈ ബൈക്കിൽ ഉരസുകയും പിന്നീട് അപകടമുണ്ടാവുകയും അതേ തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ബസ്സുകാരുടെ ഭാഗത്തു നിന്നായിട്ടുള്ള വീഴ്ചയാണ് ഇത്തരമൊരു സംഭവത്തിന് ഇടയാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ മൃതദേഹം വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും പിന്നീട് മലപ്പുറത്തേക്ക് കൊണ്ടുപോവുക. പ്രജിൻ, ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രജിൻ, സങ്കടകരമായ വാർത്തയാണ് കോഴിക്കോട് നിന്നും സമീർ സി മുഹമ്മദ് പങ്കുവച്ചത്. കാരശ്ശേരിയിലാണ് വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ അതിദാരുണമായി മരിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ കേന്ദ്രം കൈയൊഴിഞ്ഞോ എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ ആവില്ല എന്നാണ് ഇന്ന് കേന്ദ്രം കോടതിയിൽ നിലപാടെടുത്തത്. അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമെന്നാണ് ന്യായീകരണം. എന്നാൽ കേന്ദ്ര നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യത്തിന് സഹായം നൽകുമ്പോൾ കേരളത്തോടുള്ള ചിറ്റമ്മ നയം പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ചൂരൽമല ദുരന്തബാധിതരുടെ വസ്തുക്കൾ ജപ്തി ചെയ്യുന്നതും കോടതി തടഞ്ഞു. ദുരന്തം നടന്ന് 1.5 വർഷം പിന്നിട്ടിട്ടും വായ്പ എഴുതിത്തള്ളാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. കഴിഞ്ഞ തവണകളിലൊക്കെ ഒളിച്ചുകളി തുടർന്ന കേന്ദ്ര സർക്കാർ ഇന്നു മറുപടി നൽകി. എഴുതിത്തള്ളാനാകില്ല എന്നായിരുന്നു ആ മറുപടി. സാങ്കേതികത്വമാണ് കാരണമായി പറഞ്ഞത്. പക്ഷേ മനുഷ്യപക്ഷത്ത് നിന്ന് ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ച നടപടികളും നിരീക്ഷണങ്ങളും വിമർശനവും ഏറെ ശ്രദ്ധേയമാണ്. 10, 60, 70 വയസ്സൊക്കെ ആയ ആൾക്കാരാണ്. ഞങ്ങൾക്കൊരു ജോലിയില്ല, ഒന്നുമില്ല. അവരെ ഇത് കിട്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ സർക്കാർ ഈ നിലപാട് എടുക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ വായ്പകൾ എന്തായാലും എഴുതി തള്ളണം. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണ്. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല. കേന്ദ്രത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്. പൊതുമേഖലാ ബാങ്കുകൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നയനിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഇങ്ങനെ നീളുന്നു കേന്ദ്രത്തിന്റെ ന്യായീകരണം. കേന്ദ്രത്തിന്റേത് ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്. കേന്ദ്രത്തിന്റെ ഈ ഫെഡറൽ സംവിധാനത്തിനോടുള്ള നിലപാട് വളരെ പ്രതിഷേധാർഹവും ദുഃഖകരവുമാണ്. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരുപോലെയൊരു നയമാണ് കേന്ദ്രം എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. ആ ദുരന്തം നടക്കുന്ന ആദ്യത്തെ ദിവസം മുതൽ നാം വളരെ കൃത്യമായി കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് ആണ് അവിടുത്തെ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്രം ചെയ്യേണ്ട ന്യായമായ സഹായം അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു ചില സംസ്ഥാനങ്ങളോട് അത് അവിഹിതമെന്ന് ഞാൻ പറയില്ല, ചെയ്യുന്നതിനൊക്കെ സന്തോഷമുള്ളൂ. അവരോട് കാണിക്കുന്ന ഒരു അതിരുവിട്ട സ്നേഹം അത് കേരളത്തോട് കാണിച്ചില്ലെങ്കിലും നമ്മളോട് ചെയ്യേണ്ട ന്യായമായ കാര്യങ്ങൾ ചെയ്യണം. കോടതിയായിരുന്നു ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തെ പരിഹസിച്ചത് ഫെന്റാസ്റ്റിക് എന്ന വാക്കുപയോഗിച്ച്. തീർന്നില്ല. സഹായം നൽകാൻ താല്പര്യമില്ലെങ്കിൽ ആർജവത്തോടെ നിലപാട് വ്യക്തമാക്കണം. അധികാരമില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയല്ല വേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ദുരിതബാധിതരുടെ വസ്തുക്കൾ ജപ്തി ചെയ്യരുതെന്ന നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകിയത്. ഏത് മാർക്കറ്റിൽ ഞങ്ങൾ വീട് സ്ഥലങ്ങളൊക്കെ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഒരു ജോലിക്കോ ഒന്നും പോകാൻ പറ്റാത്ത ആൾക്കാരാണ് ഞങ്ങൾ. എന്തുകൊണ്ട് ഇനി കടനും അടയ്ക്കാൻ പറ്റുക? അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഞങ്ങൾക്ക് ഈ വായ്പകളൊക്കെ എഴുതി തള്ളുകയാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങളാണ്. ഈ മറ്റ് സ്റ്റേറ്റുകൾക്കുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം ഈ ഇത്തരം സമീപനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് എവിടെ കൊണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഹർജിയിൽ ദേശസാൽകൃത ബാങ്കുകളെയും കക്ഷി ചേർത്തിട്ടുണ്ട്. ദുരന്തത്തിന് പിന്നാലെ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച്
പരിഗണിച്ചത്. റിസർവ് ബാങ്ക് ചട്ടങ്ങളും കേന്ദ്രത്തിന്റെ അധികാര പരിധിയുമൊക്കെ പഞ്ചാബിനും ഹരിയാനയ്ക്കും മധ്യപ്രദേശിനും പണം നൽകുമ്പോൾ നമ്മൾ കണ്ടില്ല. കേരളത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം എങ്ങനെ ഈ ചട്ടങ്ങൾ വിലങ്ങുതടിയായി മാറുന്നുവെന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന ചോദ്യം. നമ്മൾ ചോദിക്കുന്നത് ഔദാര്യമല്ല, മറിച്ച് കേരളത്തിന്റെ അവകാശമാണെന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി ഇന്നലെ ഉണ്ടായൊരു സംഭവമാണ്. തൃശൂരിൽ റെയിൽവേ ജീവനക്കാരുടെ അനാസ്ഥയിൽ യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ആംബുലൻസ് കിട്ടാതെ യുവാവ് മരിച്ചതിൽ റെയിൽവേക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് സഹോദരൻ ശ്രീജേഷ് ആവശ്യപ്പെട്ടു. എന്നാൽ സംഭവത്തിൽ വീഴ്ചയൊന്നുമില്ല എന്നാണ് റെയിൽവേയുടെ ഔദ്യോഗിക വിശദീകരണം. എറണാകുളത്തേക്ക് വരികയായിരുന്ന ഒഖ എക്സ്പ്രസ് ഷൊർണൂർ പിന്നിട്ടതോടെയാണ് ശ്രീജിത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ടി.ടിമാരെ വിവരമറിയിച്ച തൊട്ടടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ തൃശ്ശൂരിലെ സ്റ്റോപ്പുള്ളൂ എന്നായിരുന്നു മറുപടി. ഇതിനിടയിൽ ശ്രീജിത്ത് അവശ നിലയിലായി. ഇതോടെയാണ് ടി.ടിമാർ ഇടപെട്ട മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തിയത്. ആ സമയം എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ പ്ലാറ്റ്ഫോമിലിറങ്ങിയ ആളുകൾക്ക് ശ്രീജിത്തിനെ കിടത്താൻ ഒരു സ്ട്രക്ചർ പോലും ലഭിച്ചില്ല. ഇതോടെ കയ്യിൽ താങ്ങിയെടുത്ത് നടന്നു. ഇതിനിടയിൽ ഒരു വീൽചെയർ ലഭിച്ചു. പക്ഷേ അരമണിക്കൂർ നേരം പിന്നീട് പ്ലാറ്റ്ഫോമിൽ ശ്രീജിത്തിനെ കിടത്തിയെങ്കിലും ഒരു ആംബുലൻസ് പോലും ലഭ്യമായില്ല. തീർത്തും മനുഷ്യത്വരഹിതമായ നടപടികൾക്കാണ് ആ രാത്രി സാക്ഷ്യം വഹിച്ചത്. ഉദ്യോഗസ്ഥ വീഴ്ച വെളിവാക്കുന്ന ദൃശ്യങ്ങൾ, സഹയാത്രികരുടേതടക്കമുള്ള സാക്ഷിമൊഴികൾ. എന്നിട്ടും റെയിൽവേ ജീവനക്കാരെ സംരക്ഷിക്കുന്നതാണ് ഔദ്യോഗിക വിശദീകരണം. ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നും മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിലേക്കുള്ള വഴിയുടെ പരിമിതിയാണ് ആംബുലൻസ് എത്താൻ വൈകിയതെന്നുമാണ് റെയിൽവേയുടെ വാദം. എന്നാൽ 10 മിനിറ്റ് മാത്രം ദൂരമുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അരമണിക്കൂറിന് ശേഷം ആംബുലൻസ് എത്തിച്ചത് ഉദ്യോഗ വീഴ്ചയെന്ന് ആവർത്തിക്കുന്നു കുടുംബം. ഈ റെയിൽവേ അധികൃതർ ഒരു രീതിയിലും സപ്പോർട്ടിങ് ചെയ്തിട്ടില്ല. അരമണിക്കൂർ സമയം കളഞ്ഞതിനാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. പ്ലാറ്റ്ഫോമിലുണ്ടല്ലോ അവിടെ കിടന്ന മരണപ്പെട്ടാണ്. ആദിവാസി യുവാവായ ശ്രീജിത്തിന് നീതി ആവശ്യപ്പെട്ട് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബവും നാട്ടുകാരും. അധികാരികളുടെ പേരിൽ കേസ് എടുക്കാനായിട്ട് അപേക്ഷ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. CBI കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള നിലപാടെടുക്കാനായിട്ട് കളക്ടറുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ റെയിൽവേ SHOയോട് SP ഷഹീൻ ഷാ നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ട്രെയിനിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട യുവാവിനെ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിക്കുകയും ചെയ്തത്. ഉദ്യോഗസ്ഥ വീഴ്ചയെ തുറന്നുകാട്ടുന്ന ദൃശ്യങ്ങളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഇനിയെങ്കിലും കുടുംബത്തിന് നീതി കിട്ടിയേ മതിയാകൂ. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. വയനാട് കൽപ്പറ്റ വെങ്ങപ്പള്ളി മണിയൻകോട് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ ടിപ്പർ ലോറികൾ തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. അമിത ഭാരം കയറ്റിപ്പോകുന്ന ലോറികൾ മൂലം റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് അറ്റകുറ്റപ്പണിക്കായി കരാറെടുക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ചൂരിയാറ്റ മുതൽ മണിയങ്കോട് വരെ എത്താൻ പെടാപ്പാട് പെടുകയാണ് നാട്ടുകാർ. റോഡിലാകമാനം വൻ ഗർത്തങ്ങളാണ്. ടിപ്പർ ലോറികളാണ് വില്ലന്മാരെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എത്രയോ കാലമായി ഈ റോഡിന്റെ അവസ്ഥ ഈ വിധമാണ്. കൂറ്റൻ കുഴികളാണ് റോഡിലുള്ളത്. സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. ഇതിനിടയിലാണ് ടിപ്പർ ലോറികൾ വില്ലന്മാരാകുന്നത്. വെങ്ങപ്പള്ളി പ്രദേശത്തെ ക്വാറികളിൽ നിന്ന് കരിങ്കല്ലുമായെത്തുന്ന ലോറികൾ ചീറിപ്പായുകയാണ്. കൽപ്പറ്റ നഗരസഭാ പ്രദേശത്ത് 1/2 കിലോമീറ്ററോളം റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഇതും തകർന്നു തുടങ്ങി. ടോറസ് പോലുള്ള വാഹനങ്ങൾ ഒരിക്കലും ഇതിലോടാൻ പാടില്ല. നാട്ടു റോഡാണ്. അതിന് അത്രേ ബലം ഉണ്ടാവും. ആ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ BMBCയിലൊന്നും ഈ റോഡ് ആരും ചെയ്തു തരില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇത് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അമിതഭാരമുള്ള വണ്ടികൾ നമുക്കിതിലെ വിടാൻ ബുദ്ധിമുട്ടുണ്ട്. നാട്ടുകാർ പരാതി അനവധി നൽകി. റോഡ് നവീകരണത്തിന് കരാറെടുക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. ഇതേ തുടർന്നാണ് ടിപ്പർ ലോറികൾ തടഞ്ഞത്. ഇതുവഴി വഴി നടക്കാൻ പോലും അവസ്ഥ വളരെ ദുർബലമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ റോട്ടിലൂടെ
അമിത ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ, ടിപ്പർ, ടോറസ് വാഹനങ്ങൾ ഈ വഴിയിലൂടെ കടത്തി വിടില്ല എന്നുള്ള തീരുമാനമാണ് ജനകീയ കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ളത്. ബുദ്ധിമുട്ട് എന്ന് പറയാൻ നാഷണൽ ഹൈവേ അല്ലല്ലോ, ഇത് ചെറിയൊരു റോഡല്ലേ, 2 വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലമില്ല. അപ്പം ഞങ്ങളെ സ്ഥലത്തിന്റെ തിണ്ട് ഇടിച്ചിട്ടാണ് പോകുന്നത്. ഗ്രാമീണ റോഡായതിനാൽ അമിതഭാരം കയറ്റിയ ലോറികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് എത്രയും വേഗം പുനർനിർമ്മിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യം ഉയരുകയാണ്. കുണ്ടും കുഴിയുമായി ഈ റോഡ് ഈ വിധം കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. റോഡിൽ മൊത്തം കുഴിയെന്നല്ല, കുഴിയിൽ അവിടെ ഇവിടെയായി കുറച്ച് റോഡ് എന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത്. എന്തായാലും കരിങ്കല്ലുമായി ടിപ്പർ ലോറികൾ പരക്കം പായുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് നാട്ടുകാർ പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതിൽ അധികൃതർ ഇടപെടുന്നില്ല എന്നുകൂടി ആക്ഷേപമുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി. ഈ ടിപ്പർ ലോറി എന്ന് പറഞ്ഞാൽ 10-65 ടൺ ഭാരമുള്ള സാധനം ഈ റോഡ് കൂടെ പോകുന്നത്. ചെറിയ മക്കൾ മണിയങ്കോട് പാലത്തിന്റെ അവസ്ഥ എന്താന്നുള്ളതിന് കണ്ടറിയാൻ തന്നെ വേണം. കുണ്ടും കുഴിയായിട്ട് ഇതിലൊന്നും നടക്കാൻ തന്നെ പറ്റുന്നില്ല. വണ്ടിയിൽ പോകുമ്പോൾ കുലുങ്ങി വീഴാൻ പോയിട്ടും വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊന്ന് കൽപ്പറ്റയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ 10-200 റുപ്യ കൊടുക്കാണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഒരു ബസ് ഓടുന്നുണ്ട്, അതിപ്പോൾ എന്നാ നിൽക്കാന്ന് അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുണ്ടും കുഴിയായിട്ട് വണ്ടിയൊന്നും വിളിച്ചിട്ട് വരുന്നില്ല, ഓരോ ഓട്ടോ വിളിച്ചിട്ട് വരുന്നില്ല. കുണ്ടും കുഴിയല്ലേ എന്ന് പറയും. ബസ് വരെ ബുദ്ധിമുട്ടായിട്ടാ തെള്ളിയിട്ടാ പോകുന്നത്. മണിയങ്കോട് പാലം അതിനടിയൊക്കെ ദ്രവിച്ചു കഴിഞ്ഞു. അത് ഏതോ കാലത്തുണ്ടാക്കിയ പാലാണ്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇത്രയും വലിയ ടിപ്പർ കൊണ്ടുപോകുന്നത്. അനുവദനീയമായ ഭാരത്തേക്കാൾ കൂടുതലാണ്. ഈ റോഡിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാതെയാണ് അതിൽ കൊണ്ടുപോകുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിൽ സഞ്ചരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ വണ്ടി വരുമ്പോൾ തന്നെ ഓട്ടോറിക്ഷകളിലും പോകുന്നുണ്ട്, ബസ്സുകളിലും പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നും കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ വരെ പേടിയാവുന്ന അവസ്ഥകളുണ്ട്. എന്നാലും വയനാട്ടിലെ അവസ്ഥ അതാണെങ്കിൽ ഇപ്പോൾ കേരളത്തിന് സന്തോഷം നൽകുന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ആ കാര്യം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് എന്നുകൂടി മനസ്സിലാവുന്നു. കേരളത്തിന് പുതിയ വന്ദേ ഭാരത് കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്നാണ് ആ വാർത്ത. എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് പുതിയ സർവീസ് എന്നുകൂടി അറിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നവംബർ പകുതിയോടെ പുതിയ സർവീസ് തുടങ്ങും എന്നുകൂടി അറിയുന്നു. കേരളത്തിന് പുതിയ വന്ദേ ഭാരത് എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് ഈ സർവീസ് ഉണ്ടാവുക. ഒപ്പം നവംബർ പകുതിയോടെ ഈ സർവീസ് തുടങ്ങും എന്നുകൂടി ഇപ്പോൾ അറിയുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ വനിതാ SIയെ കയ്യേറ്റം ചെയ്തു. പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലെ SHO ഷെമി മോളെയാണ് കോന്നി മെഡിക്കൽ കോളേജിൽ കയ്യേറ്റം ചെയ്തത്. പ്രതിയുമായി മെഡിക്കൽ എടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം. പത്തനംതിട്ട സ്വദേശി അമീർ ഖാൻ പിടിയിലായിട്ടുണ്ട്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിശദാംശങ്ങൾ പറയും. പ്രജിൻ, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട വനിതാ സ്റ്റേഷനിൽ SHO ഷെമി മോൾക്ക് നേരെ ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായത്. കോന്നി മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുമായി എത്തിയതായിരുന്നു ഇവർ. ഈ ഘട്ടത്തിലാണ് ഒരാൾ ഇവർക്ക് നേരെ അതിക്രമം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട സ്വദേശി അമീർ ഖാൻ എന്ന ആളെ നിലവിൽ കോന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ പിടികൂടിയിട്ടുണ്ട്. എന്തിനാണ് ഈ ആക്രമിച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇയാളിൽ നിന്നും പോലീസ് നിലവിൽ ചോദിച്ചറിയുകയാണ്. മറ്റു തരത്തിലുള്ള ഏതെങ്കിലും വൈരാഗ്യമോ പ്രശ്നമോ പെട്ടെന്നുണ്ടായ പ്രകോപനമോ ആണോ ഈ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ എന്തായാലും പോലീസ് ചോദിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഷെമിമോൾ എന്ന വനിതാ SIക്ക് നേരെ പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജിൽ വെച്ച് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഈ മെഡിക്കൽ എടുക്കാനെത്തിയ ഘട്ടത്തിൽ ഇയാൾ ഷെമിമോൾക്ക് നേരെ പാഞ്ഞെടുത്ത് ഇയാൾ ഷെമിമോളെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ കോന്നി പോലീസ് നിലവിൽ പിടികൂടിയിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശി അമീർ ഖാൻ എന്ന ആളാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ കൂടുതൽ ചോദ്യം ചെയ്ത് പോലീസ് വരികയാണ്. ഇതിന്റെ മോട്ടീവിനെ കുറിച്ചാണ് പോലീസ് നിലവിൽ ഇയാളിൽ നിന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രജിൻ, വിജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്.